ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ ഒരു ഹൈപ്പും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഹൈപ്പും മസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് കടക്കാണ്. സുധിയാണെങ്കിൽ രാത്രി നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ വേണ്ടി കുറെ ചപ്പും ചവറും ഒക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അടിച്ചു വാരാനായിട്ട്. മുറ്റം അടിച്ചു വാരാനായിട്ട് വരുമ്പം ഏതായാലും നമ്മുടെ രേവതിക്ക് 8ന്റെ പണി കിട്ടും എന്നോർത്തിട്ടാണ് സുധി കഷ്ടപ്പെട്ട് രാത്രി നടന്ന് ചപ്പെല്ലാം കൂടെ വാരിപ്പിറക്കി മുറ്റം നിറയെ ഇട്ടത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇന്ന് മിറ്റമടിക്കേണ്ടത് ശ്രുതിയാണെന്നും കോലമിടേണ്ടത് ശ്രുതിയാണെന്നും ഒക്കെ പറഞ്ഞ് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ രേവതിയും ശ്രുതിയും ചന്ദ്രയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ കിടക്കുന്നു ചപ്പു നിറയെ, മുറ്റത്ത് ചപ്പ് നിറയെ. പോരാഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഒരു മൂലയ്ക്ക് ഒരു നൈറ്റിയൊക്കെ ധരിച്ച് തലയിൽ തോർത്തൊക്കെ കെട്ടി കിടക്കുക. അത് നമ്മുടെ ചന്ദ്രയും കണ്ടു. അങ്ങനെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അയ്യോ ഇത് ഇത് ഇതേതോ പെണ്ണാണല്ലോ കിടക്കുന്നത്. അയ്യോ ഇതാരാ ഇപ്പൊ ഇവിടെ കിടക്കുന്നത്, ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാ? അപ്പോഴത്തേക്കും ചന്ദ്ര രാത്രി മോഷ്ടിക്കാൻ വന്നതാണോ? അകത്ത് കടക്കാൻ കഴിഞ്ഞ് കാണത്തില്ല, അതുകൊണ്ട് ഇവിടെ ഇരുന്നപ്പോ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയതായിരിക്കും. ഇപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ആ ശരിയാ, കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഞാൻ കണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, വിളിച്ചെണീപ്പിച്ച് 2 പൊട്ടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കാം. അതെ മോളെ രേവതി, പതുക്കെ, അരയിൽ വല്ല കത്തിയും കാണും, ശ്രദ്ധിക്കണം. നീ സച്ചിനെ വിളിച്ചിട്ട് വാ. അയ്യേ, സച്ചിനെ വിളിക്കൊന്നും വേണ്ട, ഇവക്കൊക്കെ ഞാൻ മതി, ഇതൊരു പെണ്ണല്ലേ. ഞാൻ ചെന്നേ വടിയോ മറ്റോ എടുത്തിട്ട് വരാം, എന്നിട്ട് കൊടുക്ക. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ശ്രുതിയോട്, ദേ ഇവളേതോ കള്ളിയാ നിന്നെ പോലെ. നിനക്ക് എന്റെ കൈ കൊണ്ട് മതിയായിരുന്നു, പക്ഷെ ഇവക്കത് പോരാ. കൂർക്കം വലിക്കുന്ന കേട്ടില്ലേ? തരാടി നിനക്ക്. ഏതോ ഒരുത്തി വന്ന് എന്റെ വീട്ടുമുറ്റത്ത് അടകടക്കുന്നല്ലേടി ഇപ്പൊ തരാടിന്ന്. നമ്മുടെ രേവതി പോയി കമ്പും കോലൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഒരു കമ്പ് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മർമ്മം നോക്കി ഒരെണ്ണം കൊടുക്കണം. ഞാനടിക്കണോ? അമ്മ വേണം കൊടുക്കാനായിട്ട്. അമ്മ എങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രേവതിയുടെ കയ്യിലും കമ്പ്, ചന്ദ്രയുടെ കയ്യിലും കമ്പ്. അങ്ങനെ ചെന്നിട്ട് പടേന്നും പറഞ്ഞുകൊണ്ട് അടി കൊടുക്കണം കേട്ടോ. അയ്യോ അടിക്കലേ അടിക്കലേ അടിക്കലേ, എന്നെ അടിക്കലേ അടിക്കലേ എന്നും പറഞ്ഞു ഭയങ്കര ഒച്ച കേൾക്കാം. ഏതായാലും പതുക്കെ തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നു നമ്മുടെ സുധിയ. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, അയ്യോ എന്റെ മോൻ സുധിയോ? അതെ അമ്മേ, ഞാൻ സുധിയ. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്? അല്ല നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് കിടന്നത്? എന്റെ ഈശ്വര, എന്നെ തല്ലി കൊന്നേനെ ഇപ്പം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് സച്ചിയും വന്നു കേട്ടോ. എന്നിട്ട് സച്ചി ചോദിച്ചു, എന്താ ഈ വടിയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്? ഇതേതാ ഈ പെണ്ണ്? എണീക്കടാ, ഇത് പെണ്ണൊന്നുമല്ല, ഇതാണാ സുധി. അത് പിന്നെ അച്ഛാ, ഇവരൊക്കെ എന്നെ തല്ലി കൊന്നേനെ ഇപ്പം. അയ്യേ, എന്താടാ നീ നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്നത്? നിനക്ക് എന്താടാ പറ്റിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത്, ഇതാരെ ഏട്ടനോ? ഏതായാലും ഏട്ടൻ ഈ നൈറ്റി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ശരിയാ, ഇത് സുധിയേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിക്കാനും തുടങ്ങി. അപ്പൊ സച്ചി പറഞ്ഞു, ഈ ചേർന്ന വേഷം ഇത് തന്നെയാ. എടാ ഓട്ടക്കാരൻ, നല്ല രസമുണ്ടടാ. നീ പോടാ പട്ടി. പട്ടിന്നൊന്നും വിളിക്കണ്ട, നല്ല വേഷമാ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അത് പിന്നെ അച്ഛൻ, ഞങ്ങള് വാതില് തുറന്നപ്പോ ദേ കിടക്കുന്ന ഒരു സ്ത്രീ രൂപം. രാത്രി മോഷ്ടിക്കാൻ വന്നിട്ട് ഏതോ കള്ളിയാണെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടെ കണക്കിന് കൊടുത്തു. കണക്കിനല്ല, തല്ലി കൊല്ലാറാക്കി അച്ഛാ. അത് പിന്നെ ഇദ്ദേഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും നന്നായി, 2 അവന് കിട്ടിയില്ല, 2 കുറവുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ എന്നെ വിളിക്കാത്ത കഷ്ടമായി പോയിട്ടോ. അത് പിന്നെ അമ്മ പറഞ്ഞതാ വിളിക്കാന്, ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ വർഷ പറഞ്ഞു, വിളിക്കാത്തത് നന്നായി. സച്ചേട്ടനെ വിളിച്ചെങ്കിൽ സുധിയേട്ടന്റെ ഷേപ്പ് തന്നെ മാറിപ്പോയാനെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ചന്ദ്രനല്ലോ രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ ഈ വേഷം കെട്ടി ഇവിടെ വന്ന് കിടന്നത്? അത് പിന്നെ ഞാൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്ന ഓർത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തക്കം നോക്കിയിട്ട് അമ്മ വാതില് പൂട്ടി. ഞാനേ ഒരുപാട് വിളിച്ചു, ശ്രുതി തുറന്നില്ല, ശ്രുതി കേട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇവിടെ കിടന്നുറങ്ങുകയല്ലാതെ വേറെ എന്താ? രാത്രിയായപ്പോ നല്ല കൊടുകതി കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ പുറത്ത് കിടന്നിരുന്ന നൈറ്റിയും ഈ തോർത്തും ഒക്കെ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എടാ നീ പുറത്തുണ്ടെന്ന് അറിഞ്ഞില്ല, അതാ ഞാൻ വാതിലടച്ചത്. അറിഞ്ഞില്ല. എന്റെ കഷ്ടകാലം. എന്താ പറയുന്നത് പിന്നെ? അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് വന്ന് ഒരു സ്നേഹവും. എന്താടി അമ്മ അടിച്ചത്? അയ്യോ, ദേഹം മുഴുവൻ എനിക്ക് വേദനിക്കുക, അതുപോലെ അടിയായി പോയല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, നല്ലോലെ കൊടുത്തോ എന്ന് രേവതിയോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് പിന്നെ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, നോക്കിക്കേ. ഒരു പെണ്ണിന്റെ ലുക്കുണ്ട് ഇപ്പം. ഏതാണ് കണ്ടാലും എന്റെ പൊന്നു സുധിയേട്ടനെ ഒന്ന് മോഹിച്ചു പോകും എന്ന് പറഞ്ഞു ഇവന്മാർ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, ദേ ഇവന്മാരുടെ നോട്ടം കണ്ടോ അച്ഛാ? അയ്യേ,
ദേ മര്യാദക്ക് കേറി പോകാൻ നോക്കടാ, നാണം കെട്ടവനെ. ആഹാ, നീ എന്താ ഈ കാണിക്കുന്നതെന്ന്, കേറി പോയി ഡ്രസ്സ് മാറ്റടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു ചന്ദ്ര, അതെ നീ എന്താ നോക്കി നിൽക്കുന്നത്, നീ കോലം വരയ്ക്ക. അപ്പം ഇത് കേട്ടതും ശ്രുതി അങ്ങ് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഇത് ശ്രുതി കോലം വരയ്ക്കാനോ? അയ്യോ, ശ്രുതി അല്ലല്ലോ കോലം വരയ്ക്കണത്, എന്ന് രേവതിയല്ലേ. അപ്പോഴത്തേക്കും ഇന്ന് മലേഷ്യക്കാരിയുടെ കോലം മതി, ഇന്ന് രേവതി അല്ല കോലം വരയ്ക്കുന്നത്, പോയി മുറ്റമടിക്കടി എന്ന് പറഞ്ഞു. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊരു അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ ശ്രുതി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ചപ്പും ചവറും കൊണ്ട് ഇട്ടതാണ് രേവതിക്ക് ശിക്ഷ കൊടുക്കാനായിട്ട്. രേവതിക്ക് ശിക്ഷ കൊടുക്കാനല്ല, രേവതിക്ക് ഒരു പണി കൊടുക്കാനായിട്ട്. ഏതായാലും ലാസ്റ്റ് അത് ശ്രുതിയുടെ തലയിൽ വന്നിരുന്നു. എന്നാൽ ഈ സമയത്ത് സച്ചിൻ രേവതിയും ഇങ്ങനെ ചർച്ച ചെയ്യോ, ഇത് മൊത്തം ഇന്നലെ അടിച്ചു വാരിയതായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി ഇത്രയും ചപ്പ് വന്നത്, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന്. ശ്രുതിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി, ഇത് എന്താ ഇത്രയും വേസ്റ്റ്, ഇത് ആരാ ഇവിടെ കൊണ്ടിട്ടത്? അത് ഇവൻ, പിന്നെ അല്ലാതെ ആരാ? രാത്രി ഇവൻ പുറത്തായിരുന്നല്ലോ. രേവതി നിനക്കിട്ട് പണി തരാൻ വേണ്ടി കൊണ്ടിട്ടതായിരിക്കും, അല്ലെങ്കിൽ ശ്രുതിക്കിട്ട് പണി തരാൻ വേണ്ടി കൊണ്ടിട്ടതായിരിക്കും. അപ്പൊ ശ്രുതി നോക്കിട്ടോ, ശ്രുതി അല്ലല്ല, ഞാനല്ല ശ്രുതി. ഏതായാലും എനിക്കാണല്ലോ പണി, ഞാനല്ല ഈ വേസ്റ്റ് ഒന്നും കൊണ്ടിട്ടത്. പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായിരുന്നു രാത്രി, അങ്ങനെ കാറ്റത്ത് പറന്ന് 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 വന്നതായിരിക്കും. എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്, കാറ്റത്ത് പണന്ന് വന്നു പോലും. പാറലേടത്തി, ഇതേ അമ്മയുടെ ഭാഗം ചേർത്ത് ഏടത്തിനെ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ്, അത് ഏടത്തിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ ശ്രുതി അല്ല, ഞാൻ ആരെയും ദ്രോഹിക്കുന്നൊന്നുമില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ സച്ചി എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി തല കുലുക്കാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിക്കാണ് 8ന്റെ പണി കിട്ടിയ സങ്കടം. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് പിന്നെ കാറ്റ് തന്നെ അമ്മ, ഇത് മൊത്തം എനിക്കറിയത്തില്ല, നീ തന്നെയാ കൊണ്ടിട്ടത്, നീ എന്നെ സഹായിച്ചതല്ലേ മോനെ, എനിക്കറിയാം നിനക്ക് എന്നോടാ സ്നേഹം, നിന്റെ ഭാര്യയോടൊന്നും അല്ല. എടി മുറ്റം അടിക്കടി നോക്കി നിൽക്കാതെ, നന്നായിട്ട് അടിക്കടി മൊത്തം അടിക്കടി. അങ്ങനെ നമ്മുടെ ശ്രുതി മുറ്റം അടിക്കാനും തുടങ്ങി. ആ സമയത്ത് ചന്ദ്രൻ നിന്ന് ഓരോ കമന്ററി പറയാട്ടോ, അങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക, നന്നായിട്ട് അടിക്കടി, വൃത്തിയായിട്ടില്ലടി, അങ്ങോട്ട് നീട്ടി അടിക്കടി, കിളത്തി അടിക്കടി, ഇരുത്തി അടിക്കടി, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തരിച്ചു കയറുവാണ് നമ്മുടെ ശ്രുതിക്ക്. ഈ സമയത്ത് നമ്മുടെ സച്ചി ശ്രുതിയോട് പറഞ്ഞു, അതെ നീ തന്നെയാ വേസ്റ്റ് കൊണ്ടിട്ട്, എനിക്കറിയാം, അത് നിന്റെ കെട്ടിയോക്ക് പണി കൊടുക്കാനല്ല, എന്റെ കെട്ടിയോക്ക് പണി കൊടുക്കാനാ. എന്റെ കെട്ടിയോളാണല്ലോ സാധാരണ കോലം വരയ്ക്കുന്നത്, ഏതായാലും പണി തിരിച്ചു കിട്ടി, വേഗം കുളിച്ചിട്ട് സ്ഥലം വിട്ടോ, അല്ലെങ്കിലേ എന്റെ ഏട്ടന്റെ കഥ കഴിക്കും. ആ ശ്രുതിയടത്തിയെ അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആകപ്പാടെ അക്കിടി പറ്റി ഇങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഏതായാലും അടിച്ചു വാരി കഴിഞ്ഞൊരു സീനാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കോലം വരയ്ക്കാനും തുടങ്ങി കേട്ടോ. വെള്ളമൊക്കെ തളിച്ചിട്ട് അങ്ങ് കോലം വരയ്ക്കുക, എന്തോ വര അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ച് വെക്കുന്നുണ്ട്, വരയ്ക്കുന്ന വര ക്ലിയർ പോലും അല്ല. അപ്പൊ ചന്ദ്ര ചോദിച്ചു, അയ്യേ ഇത് എന്താ, ഇത് നീ എന്താ വരയ്ക്കുന്നോ? ഇത് വരയ്ക്കുകയല്ല ചെയ്യേണ്ടത്, കോലം വരയ്ക്കണം, നീ രേവതിയെ കണ്ടു പഠിക്കുക, നേരാവണ്ണം വരച്ചില്ലെങ്കിലേ ഞാൻ നിന്റെ കൈ ഒടിക്കുന്നു. അത് പിന്നെ ആന്റി എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ ആരടി പറഞ്ഞത്, മര്യാദയ്ക്ക് കോലം വരയ്ക്കടി എന്ന് പറയും. ഇപ്പൊ സച്ചി രേവതി അവിടെ നിപ്പുണ്ട് കേട്ടോ, എന്തോ കോലമായിട്ട് തന്നെയാ വരച്ചു വെക്കുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ശ്രുതി വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, കാണാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, അകത്ത് കയറിപ്പോക്കോ, ചിലപ്പോ ഇപ്പം ശ്രുതിയുടെ കൈയെ അമ്മ തല്ലി ഒടിച്ചെന്നിരിക്കും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് വെറുതെ വിഷമിക്കേണ്ട, അകത്ത് കയറിപ്പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി അകത്ത് കയറി പോയിട്ട്, വെറുതെ എന്തിനാ ഇവിടെ നിന്ന് വിഷമിക്കുന്നത്, ശ്രുതിയുടെ കഷ്ടപ്പാട് കണ്ട്. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുക, ശ്രുതി കയറി പോകുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രൻ നോക്കിയിരിക്കാതെ വരക്കടി, കെട്ടിയനെ നോക്കി ഇരിക്കാനുണ്ട്, വരക്കടി അങ്ങോട്ട്. അത് പിന്നെ ഞാൻ വരയ്ക്കുമല്ലേ, കണ്ടുകൂടെ, എന്നോട് പറയുന്നത് തറുതല പറയുന്നു. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, രേവതി അവരെന്തെങ്കിലും കാണിക്കട്ടെ, ബാ നമുക്ക് പോകാന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറി പോവുക. രേവതി ആണെങ്കിൽ ഈശോ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കുന്നുണ്ട്, എന്തൊക്കെയോ കുത്തി വരച്ച് വിറക്കി എങ്ങനെയൊക്കെയോ ഒരു കോലമാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വർഷ, എന്തൊരു കോമഡിയാ, എന്നും രാവിലെ ഇങ്ങനെ ഓരോ കോമഡി സീൻ കണ്ടാൽ അന്നത്തെ ദിവസം നല്ലതായിരിക്കുമല്ലോ ശ്രീകാന്തെ. കാണുന്നവർക്ക് ഇത് നല്ലതാ, ശ്രുതിയേട്ടനും ശ്രുതിയേടത്തേക്കും ഇത് വളരെ മോശം കാലമാ. അപ്പൊ സച്ചി വന്നിട്ട് പറഞ്ഞു, അത് അവരുടെ കയ്യിരിപ്പിന്റെ ഫലമല്ലേ, അനുഭവിക്കട്ടെ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇത് ഇച്ചിരി കൂടി പോയില്ലേടാ. എന്ത് കൂടിപ്പോയി? അതേ, ഇവിടുത്തെ ജഡ്ജി അമ്മ അർഹിച്ചത് ജഡ്ജി അമ്മ വിധിച്ചത് അവക്ക് അർഹിച്ചത് തന്നെയാ, പക്ഷേ ശ്രുതിക്ക് കുറച്ച് കുറഞ്ഞു പോയി. അത് പിന്നെ ഇത് കുറഞ്ഞു പോയി കൂടിപ്പോയൊന്നും പറയാൻ പറ്റില്ല. ഭാര്യയോട് സംസാരിക്കരുത്, അടുത്തു പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ശിക്ഷ തന്നെയല്ലേ.
അത് ശിക്ഷയൊന്നുമല്ല. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഭാര്യയുടെ അടുത്ത് പോകാതിരിക്കുക എന്നുള്ളത്. ഒരു സമാധാനം കിട്ടില്ലേ, അല്ലേ ശ്രീകാന്തേ? ആ, അതെ 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 ഏട്ടാ. ഇപ്പോഴത്തേക്ക് പക്ഷേ എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങക്ക് സമാധാനം കിട്ടുന്നല്ലേ ഞാൻ മിണ്ടാതിരുന്നാല്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിക്ക് ഒരു കിഴുക്ക് കൊടുത്തപ്പോഴത്തേക്ക് ചുമ്മാ പറഞ്ഞല്ലേ, കളിയാക്കാൻ പറഞ്ഞല്ലേന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും, ഒരു ദിവസം മാറി നിൽക്കുമ്പോ അറിയാം അതിന്റെ വിഷമം ഭാര്യനെ വിട്ടിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അമ്മ ഭാമിയാജിയുടെ വീട്ടിൽ പോയി നിന്നപ്പോഴേ അച്ഛന്റെ വിഷമം ഞങ്ങളെല്ലാവരും കണ്ടതാണ് കേട്ടോ. വിഷമോ അല്ല, ഇവിടെ എന്നതാ കാട്ടിക്കൂട്ടിയത്. അത് പിന്നെ ശ്രുതിയെയും കൂടുതൽ കാലം ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല. ആന്റിയുടെ അടുത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അങ്കിളെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശ്രുതി ഏട്ടനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ആന്റിക്ക് ഇത് എന്താ പറ്റിയത് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, കള്ളത്തരം കാണിച്ചതിലല്ല പ്രശ്നം, നീലിമയിൽ നിന്ന് ക്യാഷ് മേടിച്ച കാര്യം അമ്മയോട് പറഞ്ഞില്ലല്ലോ, അതാണ് ദേഷ്യം, അതാണ് കാര്യം. ഓ, അതാണോ സച്ചേട്ടാ കാര്യം? അത് തന്നെയാ കാര്യം. നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മ അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയേനെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി വലിയ വീട്ടിലെ കുട്ടിയല്ലേ, ഇനിയിപ്പം അവളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവൂലോ. പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം രേവതിക്ക് ഇച്ചിരി സമാധാനം കിട്ടിയല്ലോ. രേവതിയോടുള്ള അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ, ഉള്ളിന്ന് വരുന്നൊന്നും അല്ല, അതൊക്കെ ശ്രുതിയെ കാണിക്കാനുള്ള അഭിനയമല്ലേ. അങ്ങനെയൊന്നും അല്ലടാ, സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, എന്നാലും രേവതി ചേച്ചി അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അത് ശരിയാ. അതെ, നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ അച്ഛാ. അതെനിക്ക് വേണ്ടുവോളം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അല്ല, ഇതിനൊരു അവസാനം ഉണ്ടാക്കണ്ടേ? ശ്രുതിയും തമ്മിലുള്ള വഴക്കിന്. ഓ, എന്റെ രേവതി സൂഹിക്കുന്നത് അച്ഛന് പിടിക്കുന്നില്ലല്ലേ? ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അച്ഛാ. എന്റെ രേവതി മോള് സന്തോഷത്തോട് കൂടി കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നും എനിക്കില്ല. പക്ഷെ ഇത് ഇങ്ങനെ പോയ പ്രശ്നമാകും. എന്റെ അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഇത് കൂടുതൽ കാലം ഒന്നും പോകത്തില്ലെന്നേ. പാറലെടുത്തിന് അച്ഛൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ലഞ്ഞിട്ടാ സൂത്രം പ്രയോഗിച്ചിട്ട് അവൾ അമ്മയുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റും, അത് ഉറപ്പാ. അച്ഛൻ കണ്ടോ? അത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ വർഷയും പറഞ്ഞു, അത് ശരിയാ. ആ, എന്തായാലും വീട്ടിലെ സമാധാനം പോയി കിട്ടി അല്ലേ മക്കളെ? അല്ല, അതിപ്പോ എന്താ പറയാ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, രേവതി ഏതായാലും നമുക്ക് നല്ല സമാധാനം ഉണ്ടല്ലോ. അത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ സച്ചേട്ടാ, അവരുടെ സങ്കടം നമ്മുടെ സന്തോഷമാകുന്നത് ശരിയല്ല. അതൊക്കെ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ ചെന്ന് ചായ എടുത്തിട്ട് വാ. ഞാൻ അടുക്കളയിൽ പോയി ചായ എടുത്താലേ അമ്മ എന്റെ ചെവിക്ക് പിടിക്കും. ശ്രുതി അടുക്കള കയറ്റിയേക്കുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, നിങ്ങൾക്ക് ആർക്കും ചായ കിട്ടിയില്ല ഇതുവരെ? മഹാറാണി എന്തെടുക്കാണ് എന്തോ. അവളോട് ഞാൻ ചായ ഇടാൻ പറഞ്ഞാണല്ലോ. എടി ശ്രുതി, നീ എവിടെയാണേ? ഇവിടെ വാടേ എന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതി ഏതോ കോലമൊക്കെ വരച്ച് മടുത്തിട്ട് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എന്താ ഇത്ര താമസം? വാടി ഇങ്ങോട്ട്. ഇത് താമസം കണ്ടില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചായയൊക്കെ ആയിട്ട് വന്നു. എന്താടി നിന്റെ മുഖത്തൊരു വാട്ടം? ഇങ്ങനെയാണോ രേവതി രാവിലെ ചായ തരുന്നത്? നിന്റെ മുഖം കണ്ടാൽ ദാഹിച്ച വെള്ളം ഇറങ്ങത്തില്ലല്ലോ, ചിരിക്കടി അങ്ങോട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചിരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വർഷയാണെ ഭയങ്കര ചിരി ഇതൊക്കെ കേട്ടിട്ട്. അപ്പൊ ചന്ദ്രൻ നിന്നോടല്ലേ ചിരിക്കാൻ പറഞ്ഞത്? ഇല്ലെങ്കിൽ ചൂട് ചായ നിന്റെ തലവഴി ഒഴിക്കും കേട്ടോ, ചിരിക്കടി എന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതി ചിരിക്കാണ് കേട്ടോ. ശ്രുതിയുടെ ഒരു ഗതികേടെന്നല്ലാതെ എന്താ പറയുക അല്ലെ. അങ്ങനെ ചിരിച്ചു പിടിച്ചോണ്ട് നമ്മുടെ ശ്രുതി എല്ലാവർക്കും ചായ കൊടുക്കുക. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചോണം, കാര്യമുള്ളതിനും ഇല്ലാത്തതിനും ഇങ്ങനെ തന്നെ ചിരിക്കണത്. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ചായയൊക്കെ എല്ലാവരും കുടിക്കാൻ തുടങ്ങി. വായി വല്ലതും വെച്ച് കൂട്ടാൻ പറ്റുമോ? ആ ചായ കുടിക്കാൻ പറ്റുമോ? അതിൽ ഈ സമയത്ത് ചായ ഒരു കപ്പ് എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, ഇതേ നിന്റെ കെട്ടിയാനുള്ളതാ, എന്റെ ശ്രുതിക്കുള്ളതാ, ഇത് ഞാൻ കൊടുത്തോളാം, നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുക്കാൻ കൊണ്ടുപോയി കേട്ടോ നമ്മുടെ ചന്ദ്ര. ബാക്കി എല്ലാവരും ചായ കുടിച്ചത് എങ്ങനെയൊക്കെയോ ചായ കുടിച്ചില്ല എന്ന് പറയാം. അത്രയ്ക്ക് വലിയ ടേസ്റ്റോ രുചിയോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പാലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ചായക്കകത്ത്. പാലുള്ളത് ഒരു ടേസ്റ്റ് ആണല്ലോ, അത് മാത്രമുണ്ട്. ഈ സമയത്ത് നമ്മുടെ സുധിയുടെ അടുത്തേക്ക് ചന്ദ്ര കൊണ്ടുവന്ന് ചായ കൊടുക്കുകയാണ്. അപ്പം ചോദിച്ചു, അല്ല നിന്റെ അടിയുടെ വേദനയൊന്നും മാറിയില്ലേടാ? അത് പിന്നെ നാണം കിട്ടില്ല, അതിന്റെ വേദന, അടിയുടെ വേദനയൊന്നുമില്ല. അതിന് നിനക്ക് നാണോ മാനോ ഒക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ എഴിഞ്ഞെഴിഞ്ഞ് കെട്ടിയോളുടെ അടുത്തേക്ക് പോകുമായിരുന്നോടാ? അതുകൊണ്ടല്ലേടാ ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിച്ചത്? അതമ്മേ, അത് പിന്നെ ശ്രുതിയോട് സംസാരിക്കരുത് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അന്ന് നീ അത് കേട്ടോ? ഇല്ലല്ലോ. അത് പിന്നെ അമ്മേ, ന്യായമൊന്നും നീ പറയണ്ട അമ്മേ, അത് ഇത് കുതെന്നൊന്നും പറയണ്ട. ഞാൻ വരച്ച വരയിൽ നിർത്തുന്ന നിന്നെ നീ എന്ന് മുതലാടാ ഇത് മാറിയത്? നീ നിന്റെ കെട്ടിയോളുടെ സൈഡിലായത്? കഷ്ടം തന്നെ. അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം നിനക്ക് ഇപ്പൊ കെട്ടിയോളോട് ആണല്ലേ?
എനിക്ക് മനസ്സിലായി. അമ്മ പറയുന്നൊന്നും കേക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതിയെന്ന് അവള് നിന്നോട് പറഞ്ഞായിരുന്നോ? അയ്യോ, ഇല്ലമ്മേ ഇല്ലമ്മേ, സത്യമായിട്ടും ഇല്ലമ്മേ. അപ്പൊ നമ്മുടെ ശ്രുതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കഥവിന് വെളിയില്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇനി എന്നെ ധിക്കരിച്ച് അവളോട് മിണ്ടിയാൽ അവിടെ അടുത്ത് ചെന്നാല് ചന്ദ്ര വേറൊരാളായിരിക്കും. മനസ്സിലായല്ലോ നിനക്ക്? അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോ, മര്യാദയ്ക്ക്. നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ ഭാര്യയാണോ വലുത്? അത് നീ ആദ്യം തീരുമാനിക്കുക. പറയടാ. അത് പിന്നെ അമ്മ ഇവിടെ വന്നിരുന്നേ. പോടാ, നീ പറയുമ്പോ ഇരിക്കാൻ ഞാൻ ആരാ? അത് പിന്നെ എന്റെ അമ്മ കഴിഞ്ഞിട്ടല്ലേ ഈ ലോകത്ത് എനിക്ക് വേറെ ആരും ഉള്ളൂ. അന്ന് ആ ജോത്സ്യം ചോദിച്ചപ്പോ പോലും ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണെന്നല്ലേ. അപ്പൊ പിന്നെ അമ്മയല്ലേ എനിക്ക് ഇഷ്ടം. എങ്കില് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിക്കാം. ആ അനുസരിക്കാമേ. അനുസരിക്കുമല്ലോ അല്ലേ? ആ അനുസരിക്കാന്ന്. ഇനി അമ്മ പറഞ്ഞാല് ഞാൻ ശ്രുതിയോട് മിണ്ടത്തുള്ളൂ, പോരെ? ദേ, ഈ വാക്കെങ്ങാനും തെറ്റിച്ചാല്. ഇല്ല, തെറ്റിക്കത്തില്ല, ഞാൻ വാക്ക് തെറ്റിക്കത്തില്ല. ശരി ശരി, പെട്ടെന്ന് റെഡി ആയിട്ട് ഷോറൂമിൽ പോകാൻ നോക്ക്, ഇതിലെ ചുറ്റി കറങ്ങണ്ട. എന്നാ പിന്നെ ശരി അമ്മേ, ഞാൻ പോകാന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി വെളിയിൽ നിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും അവർ ഇരുന്ന ഫ്ലവർ വേഴ്സ് ഇങ്ങനെ തുടയ്ക്കാണ് കേട്ടോ, പെട്ടെന്ന് അറിയാത്ത പോലെ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എടി നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇത് തുടച്ചോണ്ടിരിക്കുന്നത്? ഈ മുറിയുടെ പരിസരത്ത് നിന്ന് വിട്ടുപോക്കോ, നീ പറഞ്ഞ ജോലി ചെയ്താൽ മതി, പറയാത്ത ജോലി ചെയ്യേണ്ട കാര്യമില്ല നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ പാട്ടൊക്കെ പാടി വരുമ്പോഴത്തേക്കും ഒരു കാറ് തുറച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ആരുടെ കാറ്? നമ്മുടെ സച്ചിയുടെ കാറ്. ശ്രുതി സച്ചിയുടെ കാറ് തുറയ്ക്കുന്നു. ഇത് കണ്ട അതിശയിപ്പെടാതിരിക്കുവോ നമ്മുടെ സച്ചിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അതിശയം. ഇതാരപ്പാ? ഇത് പൗഡറേടത്തിയോ? ഇതെന്ത് പറ്റി പാർലറേടത്തി വണ്ടി കഴുകുന്നത്? വല്ലാത്തൊരു അതിശയമായ കാഴ്ചയായി പോയി സച്ചിക്ക്. സച്ചി ഇതിങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ് കേട്ടോ. ഷോ, ഞാൻ എന്താ ഈ കാണുന്നത്? രേവതിയെ, എടി ഇങ്ങ് ഇറങ്ങി വന്നേടി. എന്താ സച്ചേട്ടാ പറ്റിയത്? ദേ, നീ ഇങ്ങ് വന്നേ, നീ ഇങ്ങ് നോക്കിക്കേ, കാണുന്ന കാഴ്ച നീ ഇന്ന് നോക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഭയങ്കര കാർ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുക. നമ്മുടെ രേവതിക്കും അതിശയായി പോയി. രേവതി അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്റെ ഈശ്വര സച്ചേട്ടൻ, ഞാൻ എന്താ ഈ കാണുന്നത്? ദേ, പാർലർ ഇടത്തി എന്റെ കാറ് കഴുകി തുടയ്ക്കുന്ന നീ കാണുന്നത്. അയ്യോ സച്ചേട്ടൻ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതേ അമ്മയുടെ പണി തന്നെയാ. അങ്ങനെ നമ്മുടെ സച്ചി കരഞ്ഞ് അത് അഭിനയിച്ച് കരഞ്ഞ് ഇങ്ങനെ, ഇത് ഞാൻ എങ്ങനെ സഹിക്കുന്ന. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, നല്ല കാര്യമല്ലേ ഇവിടെ ചെയ്യുന്നത്, അതിനെന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാ രേവതി, സന്തോഷം കൊണ്ടാ. പാർലറിടത്തിന് ഇത്രയും നാള് ഞാൻ മനസ്സിലാക്കാതെ പോയില്ലേ, നമ്മളോട് ഇത്ര സ്നേഹം കൊണ്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അവന്റെ ഒരു അഭിനയം എന്ന് മനസ്സിലിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് രേവതി, സച്ചിയുടെ പറഞ്ഞത് ശരിയാ. അതെ ശ്രുതി, മനസ്സിലാക്കാത്തത് പോയതിന് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ ക്ഷമിക്കാം എന്ന് വീണ്ടും മനസ്സിലിങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ സച്ചി ഇത്രയും മനസ്സലിവോട് കൂടിയാണല്ലോ ജീവിച്ചിരുന്നത്, അറിഞ്ഞില്ല, ആരും പറഞ്ഞൂല്ല. എന്റെ പൊന്നു പൗഡറെടുത്ത് ഇത്ര പാവമാണെന്ന് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പോകാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും പറഞ്ഞു, അതേ പോലെ ആ ഡോറിന്റെ സൈഡ് വൃത്തിയായിട്ടില്ല, അതുകൂടി ഒന്ന് കഴുകി തുടങ്ങി, എന്നിട്ട് പോടാ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും ചന്ദ്രൻ നിൽക്കുകയാണ്. ചന്ദ്രനെ കണ്ടതും ശ്രുതി ഞെട്ടി കേട്ടോ. എന്താടി, തുടച്ചു കഴിഞ്ഞോടി? അത് പിന്നെ അമ്മേ തുടച്ചു കഴിഞ്ഞിട്ടില്ല അമ്മേ, ഇച്ചിരി കൂടി വൃത്തിയാകാനുണ്ടെന്ന് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിനെ വീണ്ടും കാറ് കഴുകാനായിട്ട് പറഞ്ഞു വിടുവാണ് ചന്ദ്ര. നാശം പിടിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പോയി കാറ് കഴുകാനുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ ഈ കാഴ്ച കാണുന്നത്. നമ്മുടെ ശ്രുതി കാറ് കഴുകുന്നത്. രവീന്ദ്രൻ ഇച്ചിരി സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. ഏതായാലും രവീന്ദ്രൻ ഇത് കണ്ടിട്ട് സങ്കടം തോന്നിയേ. ഈ സമയത്ത് കാറൊക്കെ കഴുകി ശ്രുതി കയറി കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് സച്ചിന് ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ സംസാരിക്കുക, എടാ നീ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, അവളുടെ വാശി എന്തിന്റെ പേരിലാന്ന് നിനക്കറിയാലോ. നിന്റെ അമ്മയുടെ വാശി. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇന്നല്ലെങ്കിൽ നാളെ മാറും. എന്നും അവള് കഴുകുവോ? ഇല്ല. മക്കളും മരുമക്കളും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എനിക്കിഷ്ടം. ഒരാളുടെ ഉള്ളിൽ പോലും ഒരു കനല് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കണ്ട് ഇപ്പൊ ചിരിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് തിരിയുവല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ വേണ്ട മോനെ, സച്ചി ആയാൽ മതി. നിങ്ങളെല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഈ അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഈ ജീവിതം തന്നെ ഒരു ജീവപര്യന്തം അല്ലേ, അതെങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ച് തീർക്കട്ടെ നമുക്ക്. എനിക്കും എങ്ങനെയൊക്കെയും ജീവിച്ച് തീർക്കണ്ടേ. വെറുതെ എന്തിനാ? അവനവന്റെ ജോലി അവനവൻ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ചിലപ്പോൾ സന്തോഷം കിട്ടും, പിന്നെ നമുക്ക് സന്തോഷം കിട്ടത്തില്ല എന്നൊക്കെ പറയാം. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സച്ചിക്ക് രേവതിക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും ശ്രുതിയാണ് ഷോറൂമിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതിനെ. അങ്ങനെ
സുധി ഫോൺ എടുക്കുന്നില്ല. 2-3 ബെല്ലൊക്കെ അടിച്ചപ്പോഴത്തേക്കും എടുക്കണോ വേണ്ടയോ, തള്ളേനെ പേടിയാണ് കേട്ടോ. അപ്പൊ എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് ചന്ദ്രനെ വിളിച്ചു നമ്മുടെ സുധി. എന്തിനാ എന്നെ വിളിക്കുന്നത്, ചോറുണ്ണാൻ വരാനാണോ എന്ന് അറിയത്തില്ലല്ലോ അമ്മയെന്ന് പറയുന്നു. ഓഹോ, അവള് നിന്നെ വിളിച്ചോ? അതേ, അവള് വിളിച്ചാൽ ഫോൺ എടുത്ത് പോകരുത്, നീ ഇങ്ങോട്ട് ചോറുണ്ണാനും വരണ്ട, ഒന്നിനും വരണ്ട, മാത്രമല്ല നീ ഇങ്ങോട്ടേക്ക് വരുവേ വേണ്ട. അയ്യോ അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടെന്നോ? ഇനി നീ ഇങ്ങോട്ടേക്ക് വരണ്ട. അതെന്താ ഞാൻ അങ്ങോട്ടേക്ക് വന്നാല്? നീ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ഇന്ന് അവിടെ കിടക്ക്, അവിടെ കിടക്കുവോ, നീ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുവോ, എന്തെങ്കിലും ചെയ്ത് നീ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ അങ്ങോട്ടേക്ക് വരാതെ ഇരിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അതെന്നെ ഇങ്ങോട്ടേക്ക് വരാത്തത്? അത് പിന്നെ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത് അവിടെ അമലിനെ ഏൽപ്പിച്ചാൽ പോരെ? ശ്രുതിക്ക് ഇങ്ങോട്ട് വരത്തില്ലേ? ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല, എനിക്ക് ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഫോണ് കട്ടും ചെയ്തു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ വന്നു കേട്ടോ. അപ്പൊ രവീന്ദ്രൻ വന്നു, ഭയങ്കര ചൂട്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതിയോട് ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രുതിക്ക് കുറച്ചുള്ള അരി ഇട്ടാൽ മതി എന്ന് പറയുകയും ചെയ്തു. ശ്രുതിക്ക് കുറച്ചുള്ള അരി ഇട്ടാൽ മതി, ഇനിയിപ്പൊ അങ്ങനെ ഇട്ടില്ല എനിക്ക് ശരിയാവത്തില്ല, വെറുതെ വേസ്റ്റ് ആയി പോകും, അവനിന്ന് വരുന്നില്ലെന്ന്. അപ്പൊ ശ്രുതിയും ഇത് കേൾക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കാര്യം പിടികിട്ടി, നമ്മുടെ ചന്ദ്രയുടെ ടെക്നിക്ക് തന്നെയാണ് ശ്രുതിനെ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിക്കാത്തതെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ശ്രുതിയുടെ കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്രുതിയുടെ കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇന്ന് ശ്രുതി വരില്ല, ഇന്ന് അദ്ദേഹത്തിനോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓഹോ, അപ്പൊ ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെയാണോ ചന്ദ്ര, അവരെ പിരിക്കാനാണോ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്കും അങ്ങനെയാ തോന്നുന്നത് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചി തന്നെ ഇടപെട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഞാൻ പിന്നെ ഇടയ്ക്ക് നിങ്ങളോട് നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നില്ല, ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കും അതുപോലെ തന്നെ ലൈക്ക് അടിക്കുന്നവർക്കും ഹൈപ്പ് അടിക്കുന്നവർക്കും ഇവരിൽ ആഴ്ചയിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് കമന്റ്സ് ഇടണം കേട്ടോ. കമന്റും കൂടി ഇട്ടാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആരാണ് കാണുന്നത് ആരാണ് കാണാത്തതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കമന്റും കൂടി ഇട്ടിട്ട് ഹായ് എന്നോ എന്തെങ്കിലും കമന്റ് ഇട്ടിട്ട് നിങ്ങൾ ലൈക്കും ഹൈപ്പും അതുപോലെ ഫുള്ള് വീഡിയോയും കാണുകയാണെങ്കിൽ അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക കേട്ടോ. അപ്പം വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ ലൈക്കും കമന്റും അതുപോലെ ഹൈപ്പൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ടാറ്റാ, ബൈ ബൈ.